ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഉച്ച മുതലുള്ള ഒരു വീഡിയോ എടുക്കാം. ഉച്ചയല്ല കേട്ടോ, ചായ കൂടി കഴിഞ്ഞ് നമ്മളിതാ നേരെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ തിരുമ്പി കുളിച്ചിട്ട് അങ്ങോട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ചേ ഉള്ളൂ തിരുമ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഉണക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സമാധാനമായല്ലോ. മറ്റേത് നമ്മൾ ഫുഡൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഉച്ചയാവും. പിന്നെ ആ സമയത്താണ് കുളിയും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ കാലത്തെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന്. തലേ ദിവസം നമ്മൾ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ അടിച്ചു വാരി ഇട്ടാൽ മാത്രം മതി, തുടയ്ക്കേണ്ട ആവശ്യമില്ല. വൈകിട്ട് തുടച്ചാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ വല്ലാണ്ട് അലമ്പും കാര്യങ്ങളൊന്നും ആവില്ല, വൃത്തിയിൽ അങ്ങനെ കിടന്നോളും. നമ്മൾ ഇങ്ങോട്ട് വലിച്ച് വാരി ഇടാനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് അങ്ങനെ ചെറിയ കുട്ടികളൊന്നും അല്ലെങ്കിൽ കൂടെ ഇവർക്ക് ഈ വെട്ടിടലും മുറിച്ചിടലും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റൂമിൽ മറ്റേതൊക്കെ അടച്ചിട്ടിട്ട് ഒരു സ്ഥലം മാത്രം കൊടുക്കും. അപ്പോൾ പിന്നെ അവിടെ മാത്രമല്ലേ അലമ്പാവുള്ളൂ. അപ്പോൾ അത് അപ്പം തന്നെ അവരെ കൊണ്ട് ഞാൻ വൃത്തിയാക്കിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം നമ്മൾ തുടച്ചുകൊണ്ട് എല്ലാം നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് തിരുമ്പി കുളിച്ചിട്ട് നേരെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അധികമൊന്നുമില്ല, തലേ ദിവസം പൂജിട്ടി. അപ്പം ഞാനാണെങ്കിലും മേലെഴുകുകയാണെങ്കിലും തലേ ദിവസത്തെ അങ്ങോട്ട് വൈകിട്ടാണെങ്കിൽ അങ്ങോട്ട് കുത്തി തിരുമ്പിയിടും. രാവിലെ ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉണ്ടാവാറില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പൊവ് ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ വയ്യായൊക്കെ ഉണ്ടായിട്ട് പൂജിട്ടി മടിയൊക്കെ പിടിച്ചിരിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ പറഞ്ഞ പോലെ കൂടുതലൊക്കെ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാറില്ല, ചിലപ്പോഴൊക്കെ നമുക്കങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്നെന്നുള്ളത് അപ്പം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് വല്ലാണ്ട് കൂട്ടം കൂടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് 3-4 ഉള്ളതെങ്കിൽ കൂടെ ഞാനത് അപ്പം അങ്ങോട്ട് അലക്കിയിടാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ. എന്നാൽ പിന്നെ വലിയ പ്രയാസം ഉണ്ടാവില്ലല്ലോ പിറ്റേ ദിവസത്തേക്ക്. വെയിൽ വരാറായിട്ടുണ്ട് പറഞ്ഞാൽ കുറച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ വെയിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പുറത്തൊക്കെ പൊട്ടാപ്പൊരി വെയിലാണ്. അപ്പോൾ നമ്മുടെ അലക്കലും തുണി വിരിച്ചിടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു നേരെ നമ്മൾ ഇനിയിപ്പോൾ ടേബിളൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുളി കഴിഞ്ഞ് ഇതിൻ്റെ പുറപ്പെടലും കുറിയിടലും പൊട്ടുതൊടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ടേബിൾ ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആകെ അപ്പടി നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രം മതി നമുക്ക് അതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പകുതി ഞാൻ മുറിച്ച് മാറ്റി വെച്ചു. എന്താ വെച്ചാൽ ഇത് കേടുവരികയാണെങ്കിൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അത് മടക്കിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും എന്തെങ്കിലും കത്തിയൊക്കെ തട്ടി കീറുമ്പോൾ രണ്ടും കൂടെ കീറില്ല. അപ്പോൾ അത് കാരണം അവിടെ ഇങ്ങോട്ട് വൃത്തിയാക്കി നമ്മൾ ടേബിളാണ്ട് സെറ്റായി. ഇനി നമ്മളൊരു ബൾബ് മാറ്റാൻ വിചാരിച്ചിട്ടാണ്. ഇതും നമ്മൾ ഇന്നലെ മേടിച്ചതായിരുന്നു, ഇവിടെ ഒട്ടും വെട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ മാറ്റിയിട്ടു, സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ ടേബിളിൻ്റെ മേലെ ഒരു ജഗ്ഗിൽ വെള്ളമൊക്കെ കൊടുന്ന് വെച്ചോട്ടെ. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ചീരയും പരിപ്പാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചീര നമുക്ക് കിട്ടിയ കാരണം തോരണ്ടാക്കിയതിൻ്റെ പകുതി നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീരയും പരിപ്പും കൂടെ നമുക്ക് കറി വെക്കാം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള പരിപ്പ് അങ്ങോട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം. അപ്പോൾ പിന്നെ അതാവുമ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ മിഞ്ഞാന്ന് വാങ്ങിയ ചിക്കൻ്റെ കുറച്ചൊരു പിടിഞ്ഞെടുത്ത് വെച്ചിരുന്നു. അത് ഇന്നലെ എടുത്തിട്ടില്ല, ഇന്നിപ്പോൾ എടുക്കണം. എന്തായാലും 2 ദിവസമേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുള്ളൂ, 3-ാം ദിവസം നമ്മൾ എടുക്കും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പ് നമ്മൾ കഴുകി വെച്ച് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പച്ചമുളകും കീറിയിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി പോരെ മുളക് പൊടി ഇട്ട് കൊടുത്തു. നല്ല എരിവാട്ടോ ഈ മുളക് പൊടിക്ക്, നമ്മൾ പൊടിച്ചതാണ്. മിക്കത് എനിക്ക് പണി കിട്ടാറുണ്ട്. ഇപ്പം നല്ല എരിവ്, ഇപ്പം പിന്നെ മനസ്സിലായി കുറച്ചിട്ടാൽ മതി എന്നുള്ളത്. അടിപൊളി എരിവാ. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അതങ്ങോട്ട് വേവാൻ വേണ്ടി മാറ്റി വെച്ചപ്പോൾ 2 മാങ്ങ ഉണ്ട് പഴുത്തതിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ നേരത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ മുറിച്ചൊരു പാത്രത്തിലാക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഉണ്ട് വെച്ചാൽ പൂജിട്ടിയും കണക്കുട്ടി ഉണ്ട്. വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ എടുത്ത് ഇടയ്ക്ക് കഴിക്കാം. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാട്ടോ അങ്ങനെ പഴുത്ത മാങ്ങയിൽ ഉപ്പും മുളകും വെളിച്ചെണ്ണയും കൂടെ പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ടാക്കി വെച്ചിട്ട് നേരെ ഞാൻ എന്താക്കി വെച്ചാൽ നമ്മുടെ ചിക്കനിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മൾ എന്നും ഉണ്ടാക്കണ പോലെയല്ല, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ചിക്കൻ വെക്കാമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ വെക്കുക. ഇത് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ മിക്കതും ഉണ്ടാക്കണതാണ് കേട്ടോ. എൻ്റെ അടുത്തമ്മയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് ഉണ്ടാക്കണത്. അവരൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. എപ്പോഴും നമ്മൾ വരട്ടും കറി വയ്ക്കും അങ്ങനെ പൊരിക്കുകയൊക്കെ അല്ലേ ചെയ്യുക. ഇത് നമ്മൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. കൊച്ചുള്ളി ഉണ്ടാക്കേണ്ട ഒരു പ്രയാസം മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് ഞാനിതാ നമ്മുടെ ഇവിടെ വന്ന് ഇരുന്നിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. കുറച്ച് അധികം ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിൽക്കുമ്പോൾ കാല് വേദനിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന്. ഇവിടെ തണലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ഉച്ച അങ്ങോട്ട് പൂക്കുമ്പോഴേക്കാണ് ഇവിടെ വെയിൽ വരുള്ളൂ. ഈ സമയത്തൊക്കെ ഇവിടെ ഇരിക്കാം, എങ്ങനെ പോയാലും എവിടെ ഇരിക്കാൻ പറ്റില്ല, അത്രയും വെയിലാണെന്നാലും അവിടെ ഇരുന്നിട്ട് അതൊക്കെ ഉണ്ടാക്കി തീർന്നപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് എന്ത് ടേസ്റ്റ് അറിയോ ഈ ചീര. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങണതൊന്നും ചീര അല്ല കേട്ടോ, ഇതാണ് ചീര. അതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് മനസ്സിലാവും. ആ ഉപ്പേരി ഇന്നലെ നമ്മൾ തലേ ദിവസത്തെ ഉണ്ടാക്കിയില്ല, ആ ഉപ്പേരി മാത്രം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പം നമ്മൾ അതിലേക്ക് ചീര ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചു വേവിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഇതാ ഒരു പിടി എപ്പോൾ ചിക്കൻ മേടിക്കുകയാണെങ്കിലും ഞാനതൊരു 2 പ്രാവശ്യത്തേക്ക് ഇല്ലെങ്കിൽ വലിയ ചിക്കനൊക്കെ ആണെങ്കിൽ 3 പ്രാവശ്യത്തേക്കെങ്കിലൊക്കെ മാറ്റി വെക്കും കേട്ടോ. എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം കറി വയ്ക്കുകയാണെങ്കിൽ ഒരു 3-4 കഷ്ണമൊക്കെ വറക്കാൻ വേണ്ടിയിട്ടും പിന്നെ പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കാറുണ്ട്. ഒറ്റയടിക്ക് എടുത്തിട്ട് എല്ലാം കൂടെ വെച്ചാൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും പൂജിട്ടിയും കണ്ണൻകുട്ടിയേ ഉള്ളൂ. ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഞാൻ പോയി പറഞ്ഞ പോലെ ഒരു 3-4 കഷ്ണം നമ്മൾ പിറ്റേ ദിവസത്തേക്കെങ്കിലും മാറ്റി വെക്കും. എനിക്കതൊരു സമാധാനം വെച്ചിട്ട് അവർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നല്ല കേട്ടോ, ഉള്ളതെന്ന് അതിൻ്റെ കക്കും കരളും എല്ലും കാര്യങ്ങളും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കിഴങ്ങിട്ടിട്ട് ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ അതുപോലെ മാറ്റി വെച്ചതാ. അപ്പോൾ അതൊക്കെ ഒരു കുറച്ചും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് വറ്റൽമുളകാണ്. അതങ്ങോട്ട് ചതച്ച് വെച്ചതും വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് പുരട്ടി മാറ്റി വെച്ചു. പിന്നെ അതിലേക്ക് അധികം കൊച്ചുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടാണ് മാറ്റി വെക്കേണ്ടത്. ചെറിയുള്ളി കുറച്ച് അധികം വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഉപ്പും പുളിയും എന്നൊക്കെയാണ് പറയണത് കേട്ടോ. ഉപ്പും എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചു. ഈ വറ്റൽമുളക് ക്രഷ് ചെയ്തതും ഇത്തിരി മുളക് പൊടിയും പിന്നെ കാശ്മീരി പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇന്ത്യയിൽ ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ, അന്നേരം കളർ കുറച്ചുകൂടെ ഉണ്ടാവും. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മാത്രമേ പുരട്ടി വെച്ചിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ ചീരക്കറിയൊക്കെ വെന്ത് പാകമായപ്പോൾ അതൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് നമുക്കതൊന്നിന് വറുത്തിടണമല്ലോ. അപ്പോൾ ചട്ടി വെച്ച് എണ്ണ ചൂടായപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് മൂപ്പിച്ചു. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ലേശം മുളകും പൊടിയും കൂടെ മൂപ്പിക്കും കേട്ടോ. ഈ കറിയിലേക്ക് ഇങ്ങനത്തെ താളിപ്പ് കറിയിലേക്ക് ഞാൻ മൂപ്പിക്കുമ്പോൾ ഒരിത്തിരി മുളക് പൊടി ഇടും. അപ്പോൾ ആ കറിക്കൊരു ചൊടി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമ്മളിത് ആ താളിപ്പും അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഈ ഉച്ച നേരത്ത് നമ്മൾ കിച്ചണിൽ നിൽക്കുക പറഞ്ഞാൽ വലിയ പാടാട്ടോ. രാവിലെ പുലർച്ചെ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ ഉറക്കത്തിൻ്റെ മടിയല്ല, രാത്രി ഉറക്കമില്ലായതുകൊണ്ടും രാവിലെ നീക്കാനുള്ള മടി കൊണ്ടും ഇപ്പോൾ രാവിലെ നീക്കൽ മിക്കതും പാളലാണ് കേട്ടോ പതിവ്. ഇനി അതങ്ങോട്ട് ശീലമാക്കണം. ഒരു 3-4 ഈ ഒരാഴ്ചയും കൂടെ അങ്ങനെ പോട്ടെ വിചാരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്കൂൾ തുറക്കണതിൻ്റെ മുന്നെങ്കിലും നീറ്റ് ശീലമായിട്ടല്ലെങ്കിൽ ആകെ തകിടം പറയും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ പരിപാടിയൊക്കെ കറിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി ചിക്കൻ്റെ പരിപാടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടി ഒഴിച്ചിട്ടല്ല, എന്തൊക്കെയാണ് ഞാനീ പറയണത് അല്ലേ. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതങ്ങോട്ട് മൂക്കാൻ വേണ്ടി വെച്ച സമയം കൊണ്ട് ഞാനൊരു നാളികേരം പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ലാസ്റ്റ് വെച്ചപ്പോഴേക്കും ഞാൻ വിചാരിച്ചു പൊട്ടയാവുമെന്ന്. ഭാഗ്യം കൊണ്ട് പൊട്ടയല്ല കേട്ടോ, അത് നല്ലതായിരുന്നു. നമുക്കിതിനകത്തേക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്തും കൂടെ ഇടണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വെള്ളം കണ്ണൻകുട്ടിക്ക് വേണം പറഞ്ഞപ്പോൾ അവന് വിളിച്ചു കൊടുത്തു. അവിടെ ആ തേങ്ങ പൊളിച്ചിട്ടുള്ള അതിൻ്റെ തുപ്പും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കൈയോടെ അങ്ങോട്ട് അടിച്ച് വാരിയിട്ടു, ഇല്ലെങ്കിൽ അത് അവിടെ കിടക്കൂട്ടോ. അങ്ങനെ ആകെ കൂടെ അലമ്പായിട്ട് പിന്നെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ അത് മറക്കണതിൻ്റെ മുന്നേ അപ്പം തന്നെ അതൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് നമ്മുടെ തേങ്ങ പൊളിക്കണ കോലൊക്കെ ഉള്ളിലേക്ക് തന്നെ ആക്കി വെച്ചു. എന്നിട്ട് നമ്മളിതാ തേങ്ങാക്കൊത്ത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ചധികം തേങ്ങാക്കൊത്ത്, കുറച്ച് ചിക്കനേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് മതിയല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും വേപ്പിലൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഈ തേങ്ങാക്കൊത്തും കൂടെ ഇട്ടു. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നപ്പോൾ ചിക്കനല്ലേ നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അതൊരു 3/4 വേവ് വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മതി കേട്ടോ ചിക്കൻ പൊടിയും ഇട്ട് കൊടുത്തു. നിർബന്ധമൊന്നുമില്ല, ഗരം മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ചിക്കൻ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കി. ഇത് അടുപ്പത്താണെങ്കിൽ ഇതൊരു ബ്ലാക്ക് കളർ വരും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അടുപ്പിൽ ആ ചൂടത്ത് ഇങ്ങനെ ഇരുന്നാണെങ്കിൽ ഇതിപ്പോൾ ഗ്യാസിൻ്റെ ഒരു സംഭവം കൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചിട്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല. പക്ഷേ എന്നാലും സൂപ്പറാണ് കേട്ടോ. കിഡു ടേസ്റ്റാണ്. ചെറുള്ളി ഉണ്ടാക്കേണ്ട ഒരു പാട് മാത്രമേ ഉള്ളൂ. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഉച്ചയാകുമ്പോഴത്തെ ചോറൊക്കെ എടുത്തിട്ട് ഞാൻ ഉമ്മർത്ത് വന്നിരുന്ന് കഴിക്കുകയാണ്. നമ്മുടെ ചീരക്കറിയും ചിക്കനും പിന്നെ മാങ്ങ മസാല പുരട്ടിയില്ലേ അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നു ഫോണിൽ. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുക. അലക്കി ഇതൊക്കെ നമ്മൾ വിരിച്ചിട്ടതല്ലേ, അതൊക്കെ ഉണങ്ങിയത് ഇപ്പം എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് മഴ പൊട്ടി വരാമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചീരക്കുട്ടന്മാരെ നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ വേപ്പില അപ്പുറത്തെ താത്താൻ്റെ അവിടുത്തെ വേപ്പില ഇങ്ങോട്ട് മറിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഈ 3 ദിവസം മുന്നേ ഒരു കാറ്റും മഴ ഉണ്ടായി എന്ന് പറഞ്ഞല്ലേ, അതിൽ വന്നതാണ്. ഇതൊന്ന് പിടിച്ച് കെട്ടിയിട്ട് അവിടെ ഒരു ഓമമരം അതിലേക്ക് കെട്ടണം എന്ന് ഞാൻ ഒന്നും വിചാരിച്ചത്, മറന്നു പോയതാട്ടോ. ഈ ഒരു വേപ്പിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി പൊട്ടിക്കാൻ വേണ്ടി പറ്റണത്. അതൊരു കയറെടുത്ത് കെട്ടാൻ വേണ്ടിയിട്ട് ഇന്നും മറന്നുപോയി. നാളെ എന്തായാലും ഓർമ്മിച്ചിട്ട് അതൊന്ന് കെട്ടിയിടണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ വല്ലാണ്ട് ഇവിടെ ചപ്പൊന്നും ഉണ്ടാവില്ല. ഈ കുഞ്ഞു മുരിങ്ങയിടലടയും ഇതിൻ്റെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് കൈയോടെ അവിടെ അങ്ങോട്ട് അടിച്ച് വാരിയിട്ടു കേട്ടോ. എന്താ വെച്ചാൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ ഇവിടെ അടിക്കാറുള്ളൂ, ഡെയിലി അടിക്കാറില്ല. ഒരു 3-4 ദിവസം 3-4 ദിവസം അടിച്ചിട്ടില്ലെങ്കിൽ ആകെ അലമ്പാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നനയ്ക്കാൻ വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ എപ്പോഴും അടിക്കാറുണ്ട്. മറ്റേത് ഞാൻ 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇവിടെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് വരാറുള്ളൂ. വല്ലാണ്ട് കച്ചറ ഉണ്ടാവില്ല അവിടെ കേട്ടോ.
അപ്പോൾ ഇവിടുത്തെ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മൾ ഉമ്മറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഉമ്മറത്ത് നമുക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ രാവിലെ ഇവിടെ ഭയങ്കര വെയിലായിരിക്കും. അവിടുന്ന് വരുന്ന സൂര്യൻ്റെ വെയിൽ മൊത്തം ഇവിടേക്കായിരിക്കും. അവിടെ ഈ ചെടികളൊക്കെ നല്ലോണം വാടും ഈ സമയമാകുമ്പോഴേക്കും. അപ്പോൾ അവറ്റേക്കൊക്കെ കുറേശ്ശും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വിചാരിച്ചു. രാവിലെ മുറ്റടിച്ചവരാണെങ്കിൽ മാത്രമേ ഇവിടെ നനയ്ക്കുള്ളൂ കേട്ടോ. വൈകിട്ട് മുറ്റടിച്ചവരാണെങ്കിൽ നമുക്ക് മിക്കത് രാവിലെ മുറ്റം അടിച്ചു വരേണ്ട ആവശ്യം വരലില്ല. മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ മൊത്തം ചപ്പും ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുരിങ്ങയുടെയും അവിടെയുള്ള എന്താ പറയുക മരത്തിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ഒക്കെ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വൃത്തിയിൽ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ അങ്ങനെ കിടക്കും കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ പോലെ പച്ചപ്പുല്ല് പറിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓരോ ദിവസം വിചാരിക്കും നാളെ ചെയ്യാമെന്ന്. ആ ദിവസങ്ങളിലൊക്കെ വേറെ എന്തെങ്കിലും പണിയുള്ളതുകൊണ്ട് ഞാനങ്ങനെ വൈകിച്ച് പോരും കേട്ടോ. അപ്പം ഇന്ന് വളാഞ്ചേരി ഒന്ന് പോകണമെന്നുണ്ട്. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിഷ് ചെയ്യണം, മറക്കരുത് കേട്ടോ. പ്രാർത്ഥിക്കാൻ വേണ്ടി മറക്കരുത്, വിഷ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങനെയെങ്കിലും നല്ലതാവണേ എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ യൂട്യൂബും തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോഴാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് നമ്മൾ യൂട്യൂബ് തുടങ്ങുകയെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരുടെയും ഒരു ഡ്രീമായിരിക്കും. അതിന്ന് വരുമാനം കിട്ടുക, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്താ വെച്ചാൽ നമ്മളൊരു അതിനൊക്കെ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ അതിനൊക്കെയുള്ള പാങ്ങുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ പൈസയൊക്കെ എങ്ങനെയെങ്കിലും പോയിട്ട് കണ്ടൻറ്റിന് ക്ഷാമം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ 10 രൂപയ്ക്ക് ഗതിയില്ലാത്ത ആൾക്കാർക്ക് ഈ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ട് ബോറടിക്കും എന്നുള്ളതൊക്കെ എനിക്കറിയാം. എന്നാലും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇന്നേന്നല്ല കേട്ടോ, എൻ്റെ പോലുള്ള ഒരുപാട് സാധാരണ യൂട്യൂബേഴ്സ് ഉണ്ടാവും ഉള്ളത് വെച്ചിട്ട് ചെയ്യണേ. മറ്റേതെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ യൂട്യൂബേഴ്സ് വലിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് കാണിക്കാൻ വേണ്ടി നല്ല വീട്, പാത്രങ്ങൾ, കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും, കളർഫുള്ളായിരിക്കും. അതിപ്പോൾ വലിയ ആൾക്കാരുടെ ജീവിതം പോലെ തന്നെയാണ് യൂട്യൂബ് ആയാലും. പാവപ്പെട്ടവരുടെ യൂട്യൂബ് കാണുമ്പോൾ വലിയ കളർഫുൾ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ പോലെ ഫസ്റ്റിലെ തുടങ്ങണ എല്ലാവരെയും, എന്നെ മാത്രമല്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും ഇതൊന്ന് 10 രൂപ കിട്ടിയിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു ഇപ്പം ഞങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ കുഞ്ഞു കുട്ടികൾ വന്നിട്ട് ചേച്ചി യൂട്യൂബിലില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മിക്കതും കുഞ്ഞു പിള്ളേരാണ് വരാം കേട്ടോ. എനിക്കുള്ള സന്തോഷത്തിന് ഒരു അതിരുണ്ടാവില്ല കേട്ടോ സമയത്ത്. എനിക്കില്ലേ ഞാൻ അങ്ങോട്ട് സ്റ്റക്കാവും. എനിക്ക് അവരോട് എന്താ പറയേണ്ടതെന്ന് ആ സമയത്ത് സന്തോഷം കൊണ്ട് അഡ കിട്ടാത്തത്. അല്ലാതെ എനിക്ക് ജാടുണ്ടായിട്ടോ ഞാൻ വലിയ ആളായിട്ടോ എന്നല്ല. പക്ഷെ ആ സമയം കൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പൂജിട്ടിക്കാവും എൻ്റെ സന്തോഷം മൊത്തം അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം വെച്ചിട്ട് എനിക്ക് യൂട്യൂബ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലേ ഞാൻ അവരുടെ അടുത്ത് എന്നാലും ഞാൻ നിന്ന് കാര്യമൊക്കെ പറയും കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതൽ കുറേയൊക്കെ സംസാരിക്കണമെന്ന് അവരെ കണ്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോഴാണ് ഓർമ്മ വരിക. അപ്പോൾ വളാഞ്ചേരി പോവുകയാണെങ്കിൽ ഒരുവിധ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് യൂട്യൂബിലുണ്ട് അല്ലേ. ഇല്ലെങ്കിൽ കടയിൽ കയറിയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ അവരിങ്ങോട്ട് ചോദിക്കും യൂട്യൂബിലുണ്ടോ, എന്താ പേരെന്താ, സബ്സ്ക്രൈബ് ചെയ്യുമോ അവർ, വീഡിയോ കാണാമെന്ന് പറയും. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള വളാഞ്ചേരി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ വീട് പോലെയാണ്. എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് വർഷം അവിടെ വർക്ക് ചെയ്തതുകൊണ്ടും പിന്നെ ഞാൻ പഠിച്ചതും എല്ലാം കുഞ്ഞ് മുതലേ ഇന്ന് എല്ലാവരും അറിയണേ കൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കും. അവരൊക്കെ വലിയ സപ്പോർട്ടാണ് കേട്ടോ. അതന്നെ എനിക്ക് വലിയ കാര്യമാണ്, വലിയ സന്തോഷമാണ് കേട്ടോ. ആരും ഇതുവരെ എന്നെ പുച്ഛിച്ചിട്ടോ കളിയാക്കിയിട്ടോ അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഇതുവരെ അല്ല. എൻ്റെ പുറത്തുനിന്ന് കേട്ടോ, കുടുംബത്തിലത്തെ കാര്യമല്ല പറയണത്, പുറത്തെ ആൾക്കാരുടെ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതുവരെ കേട്ടോ. അപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ അടിച്ചു വാരലിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇന്നലെ ഞാൻ അടിച്ചു വരേണ്ടായിരുന്നില്ല, മടി കാരണം പിന്നെ ഞാൻ ഇന്നലെ വൈകിട്ട് വളാഞ്ചേരി പോയി. അപ്പോൾ അതിൻ്റെ മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് എന്തോ ഒരു വല്ലായ്മ, ഒരു ഉഷാറ് തോന്നിയില്ല. അപ്പം ഞാൻ ഉമ്മറ മാത്രം അടിച്ച് വാരിയിട്ടു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കുറച്ചങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കോഴി എത്ര നമ്മൾ അവിടെ ശരിയാക്കിയാലും കോഴി അവിടെ നിന്ന് ഇങ്ങോട്ട് ചിക്കി എടുത്ത് പരത്തിയിടും. എനിക്കത് കാണുമ്പോഴേ ദേഷ്യം വരും കേട്ടോ. അത് കാരണമാണ് ഞാൻ ഇവിടെ എന്തായാലും അടിച്ച് വരാണ്ടിരുന്നത്. ഇനി പരത്തിനോടത്തോളം അങ്ങോട്ട് പരത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അത്രയും അലമ്പാക്കിയിടും കോഴിയോളം, എത്ര വൃത്തിയാക്കിയിട്ടാലും അവിടെ അലമ്പാക്കിയിടും. അപ്പോൾ അതൊക്കെ വാരി കൂട്ടിയിട്ട് ഞാനത് അപ്പുറത്തേക്ക് ആക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വൃത്തിയാവും. ഇവിടെയൊക്കെ ഇരുന്ന് പുല്ല് പറിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കയ്യിലൊരു കവർ കെട്ടിയിട്ടാണ് നമുക്ക് ഇവിടെയൊക്കെ പുല്ല് പറിക്കാൻ വേണ്ടി. കുറച്ചൊക്കെ ഞാൻ അപ്പുറത്തുനിന്ന് നല്ലോണം ഈ ഓമത്തൈ ഇല്ലേ, നമ്മൾ ഈ ഓമക്കായൊക്കെ കഴിച്ചിട്ട് കുരു ഇട്ടിട്ടായിരിക്കും മഴ വരുമ്പോൾ ഒക്കെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഇതൊക്കെ പറിച്ചിട്ടു. ഒരു 2-3 ഞാൻ അവിടെ നിർത്തി. എനിക്കിഷ്ടമാട്ടോ ഈ ഓമമരവും മുരിങ്ങാമരമൊക്കെ. നമ്മൾ ഈ വാടക വീട്ടിലാണെങ്കിൽ എവിടെ വാടക കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുക, ദൈവമേ അവിടെ ഒരു മുരിങ്ങാമരെങ്കിലും കാണണേന്നാ, ഒന്നല്ലെങ്കിൽ നമുക്ക് അതെങ്കിലും എടുത്തിട്ട് താളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഭാഗ്യത്തിന് അതുണ്ട്. നമ്മൾ എവിടെ പോയാലും അവിടെയൊക്കെ മുരിങ്ങ ഉണ്ടാവാറുണ്ട്. എന്ത് ഭാഗ്യത്തിനാണാവോ, അത് ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മറ അങ്ങോട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ചിട്ട് വിളക്ക് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ നാളേക്ക് വേറെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാ ബർത്ത്ഡേക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാറുണ്ട്, ഗിഫ്റ്റ് വാങ്ങാറുണ്ട്. ഇപ്പം അതിനൊന്നും ഒരു പാങ്ങില്ലാത്തൊരു ബർത്ത്ഡേ ആണ് കേട്ടോ ഇത്. ദൈവം അടുത്ത പ്രാവശ്യം അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിത്തരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് ഒരു നമ്മളെ മുടോളം അതെല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടാവും.
ഉണ്ടാവും, എല്ലാവർക്കും അത് വലുതായിരിക്കും. അതുപോലെ എൻ്റെ പ്രശ്നങ്ങളും എനിക്ക് വലുതാണ്. അത് വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അപ്പോൾ നമ്മുടെ പ്രശ്നമൊന്നും ഒന്നല്ല എന്ന്. അപ്പോൾ ദാ വിളക്കൊക്കെ വെച്ച് ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിച്ച് നാമമൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരിക്കും. ഇനി എഡിറ്റിങ് കഴിഞ്ഞ് അങ്ങനെ വീഡിയോ ഇടാനുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഇങ്ങനെ കുഞ്ഞിതായിട്ട് നമ്മുടെ ഫാമിലി വലുതായോണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാവണം കേട്ടോ. ഇനി എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കുത്തിരുന്ന് തരാറുണ്ട് കേട്ടോ. രാത്രി നട്ടപ്പാതിര വരെയും ഞാൻ നോക്കും കമൻറ്റ് റിപ്ലൈ തന്നിട്ടില്ലേ എന്നുള്ളത്. പുലർച്ചെ നീട്ടാലും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.